അഭിമന്യുവിനെ സ്വീകരിക്കാൻ അമൃതമോള് സമ്മതിച്ചതിന് ശേഷം ഇപ്പൊ തന്നെ എന്തൊക്കെ അനർത്ഥങ്ങളാ ഇവിടെ സംഭവിച്ചത്? മോളൊന്ന് ഓർത്തു നോക്കിയേ. ആദ്യം തന്നെ അഖില മോള് ആത്മഹത്യക്ക് ശ്രമിച്ചു. പിറന്നാൾ ആഘോഷത്തിന്റെ അന്ന് ഭക്ഷ്യ ദുരന്തത്തിൽപ്പെട്ടത് എത്ര പേരാ? അതുമാത്രവും ക്രിസ്മസ് ആഘോഷത്തിനിടയിലുണ്ടായ പൊട്ടിത്തെറിയിലെ മഹേന്ദ്രന്റെ മുഖം പൊട്ടിയത് ഓർക്കുന്നില്ലേ? എല്ലാം പോരാഞ്ഞിട്ട് ഇപ്പതാ ഈ പാവത്തിന്റെ കൈയൊടിഞ്ഞത്. ഇതിനെല്ലാം കാരണം അഭിമന്യുന്റെ ദോഷമാണെന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. മാത്രല്ല മക്കളെ, ചേട്ടത്തി മതി. അഭിയേട്ടൻ കാരണം ഇവിടെ ആർക്കും ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല, നല്ലതേ സംഭവിച്ചിട്ടുള്ളൂ. ഈ മനസ്സോടെ ആണെങ്കിൽ സിസിലി എടുത്തി ആരതി ഒഴിയണ്ട. പോട്ടെ, സാരമില്ല. അബിയെക്കുറിച്ച് സിസിലി ചേട്ടത്തി പറഞ്ഞൊന്നും നമ്മൾ മനസ്സിലേക്ക് എടുക്കണ്ട, മായ്ച്ചളഞ്ഞേക്ക്. ചേട്ടത്തി, ആ വായ നടച്ചു വെച്ചിട്ട് ആരതി ഒഴിഞ്ഞേ. വേണ്ട, എനിക്ക് എന്റെ അമൃതേച്ചി ആരതി ഒഴിഞ്ഞാ മതി. ഇതൊരു പുതിയ തുടക്കാവട്ടെ മോളെ. മുടങ്ങിപ്പോയ ട്രെയിനിങ് വീണ്ടും തുടങ്ങാൻ നിനക്ക് ഒരവസരവും കൂടെ കിട്ടുമെന്ന് അഭിമന്യു നോക്കുന്നുണ്ട്. ഇനി അഥവാ അതിന് കഴിഞ്ഞില്ലെങ്കിലും എന്റെ കുട്ടി നിരാശപ്പെടരുത്. മിനിസ്ട്രിയില് ചില സ്ട്രോങ് കോണ്ടാക്ട്സ് ഒക്കെ ഉണ്ട് വിവേകിന്. ആ വഴിക്ക് കാര്യങ്ങൾ നടത്തിയെടുക്കാൻ വിവേക മാക്സിമം ശ്രമിക്കുന്നുമുണ്ട്. അത് നടന്നില്ലെങ്കിലും എനിക്കൊരു നിരാശയില്ല. ഞാൻ IPS എഴുതിയെടുത്ത് ആതിരയെ കൊണ്ട് എന്നെ സല്യൂട്ട് അടിപ്പിച്ചോളാം. ആരാധ്യ മോളെ, ഇപ്പൊ സുഖമായോ? ആയി ചേച്ചി. നമ്മുടെ ഓൾറൗണ്ടർ എവിടെ? ഓൾറൗണ്ടറോ? അതാരാ? കൃഷ്ണേട്ടന്റെ കാര്യം ഞാൻ ചോദിച്ചേ. കൃഷ്ണേട്ടനെ കാണാനുള്ള ആകാംക്ഷയോടെ ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. എവിടെ ആള്? കാണുന്നില്ലല്ലോ. അകത്തുണ്ട്. കൃഷ്ണ, 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 കൃഷ്ണ. ഞങ്ങൾക്കെതിരെ ആക്രമണം നടന്ന ദിവസം ഗുണ്ടകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചത് കൃഷ്ണേട്ടനല്ലേ? നീ എന്താ ആരാധി പറയുന്നേ? കൃഷ്ണേട്ടൻ എങ്ങനെ? അല്ലെങ്കിൽ അല്ലെന്ന് കൃഷ്ണേട്ടൻ പറയട്ടെ. അതെ, ഞാൻ തന്നെയാ. അതെ, കുറെ നാള് ആ ഗോഡൌണിന് മുന്നിലായിരുന്നേ എന്റെ ഊണ് ഉറക്കവും എല്ലാം. അന്നും പതിവ് പോലെ ഇത്തിരി കഞ്ഞി വെക്കാൻ തുടങ്ങുമ്പോഴാ ഒരു ബഹളം കേട്ടതേ. അപ്പോഴാ നിങ്ങളെ കണ്ടത്. അത് പിന്നെ
ഇത് മോളുടെ വീടാണെന്ന് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അല്ല, സത്യാണോ കേട്ടത്? ഞങ്ങള് നിങ്ങളെ കൃഷ്ണേട്ടാന്ന് വിളിച്ചതപ്പോ വെറുതെ ആയില്ല. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാ ആ നേരത്ത് കൃഷ്ണേട്ടനെ അവിടെ എത്തിച്ചത്. ഈ ന്യൂജൻ സിനിമാ പാട്ടിലെ പോലെ നമ്മുടെ കൃഷ്ണൻ മുണ്ട് മടക്കി കുത്തി പടക്കിറങ്ങി വന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.